അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പം വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഏപ്രിൽ 10 റിലീഫ് ചെയ്ത ചിത്രങ്ങളെ പറ്റിയുള്ള ഇന്നത്തെ നിലവാരവും ഇന്നലത്തെ നിലവാരവും അതിനു മുമ്പലത്തെ നിലവാരവും ഇനി എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ചിലർക്കൊക്കെ കുരുപൊട്ടി തുടങ്ങും, പൊട്ടട്ടെ അല്ലേ. അപ്പം നമ്മളിലോട്ട് കിടക്കാം. അപ്പം 2025 ഏപ്രിൽ 10 വിഷുവുമായി ബന്ധപ്പെട്ട 3 ചിത്രങ്ങളായിരുന്നു മലയാളത്തിൽ നിന്ന് റിലീഫ് ചെയ്തത്. ഒന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബഫൂക്ക, ഏകദേശം 50 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ബഫൂക്ക. പ്രൊമോഷൻ കുറവായിരുന്നെങ്കിലും വലിയ ഹൈപ്പിൽ തന്നെയാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. ഹൈപ്പിന് യാതൊരു കുറവില്ലായിരുന്നു. ചിത്രം ഇറങ്ങിയതിന് ശേഷം കോടികളുടെ ഹൈപ്പ് ആരാധകരും ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ തിയേറ്ററിൽ എത്ര കോടി കിട്ടി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സത്യമായിട്ടിരിക്കണമല്ലോ അല്ലേ. അപ്പം ബഫൂക്ക, പിന്നെ നമ്മുടെ യുവതാരനിര അഭിനയിച്ച ഒരു കൂട്ടം യുവാക്കളും നഫ്ലിൻ എന്ന് പറയുന്ന യുവതാരവും അഭിനയിച്ച ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ ചിത്രം. യാതൊരു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രം ഇറങ്ങിയാലും ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനുള്ള, ഞങ്ങൾ സിനിമയിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഞങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഖാലിദ് റഹ്മാനല്ലേ സംവിധായകൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആ ചിത്രം ഇറങ്ങുകയും ചെയ്തു. അതിൻ്റെ കളക്ഷൻ, അതുപോലെ തന്നെ ഈ 2 ചിത്രങ്ങളും ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്യാരണ്ടി നടൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബേസിൽ ജോസഫ് ഇറക്കിയ മരണമാണ്. മറ്റൊരു സൂപ്പർ സ്റ്റാറാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്, ടൊവിനോ. അങ്ങനെ ഇവർ 2 പേരും കൂടെ ചേർന്ന് എത്രയ്ക്ക് ചിത്രങ്ങൾ വന്നിട്ട് ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് സധൈര്യം ഇറക്കിയ മരണമാണ്. ഈ 3 ചിത്രങ്ങളുടെ കളക്ഷനാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഏത് വേണം, ബഫൂക്ക, ആലപ്പുഴ ജിംഖാന, അതോ മരണമാഫ്? ഇപ്പം നമുക്ക് മരണമാഫിൽ നിന്ന് തുടങ്ങാം. മരണമാഫ് ഇന്നലെ നേടിയത് 1,41,00,000 രൂപയാണ്. ഇന്നലെ മരണമാഫിൻ്റെ കളക്ഷൻ. ആദ്യ ദിനം മരണമാഫിൻ്റെ കളക്ഷൻ 1,01,00,000, രണ്ടാം ദിനം 98,00,000, മൂന്നാം ദിനം 1,17,00,000, നാലാം ദിനം 1,29,00,000, ഇന്നലെ 1,41,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടറിയാം. ആദ്യത്തെ ദിനം തൊട്ട് രണ്ടാമത്തെ ദിനം മാത്രം ഇച്ചിരി കുറഞ്ഞു. അതിനുശേഷം കൃത്യമായിട്ട് ഒരു ചെറിയ മാർജിനിൽ കയറി പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു, കാണാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ട് 5,86,00,000 രൂപയാണ് ചിത്രം നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് 85,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ 6,71,00,000 രൂപയാണ് ഈ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 11-12 കോടിക്കടുത്ത് എങ്കിലും ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുന്നു. കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ കരുതേണ്ടി വന്നത്. ഇവർ കൃത്യമായിട്ടുള്ള കണക്കുകൾ വിടുന്നില്ല. അതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരുതേണ്ടി വരുന്നത്. ചിലപ്പം ഇതിനും മുകളിലാകാം, ചിലപ്പോൾ ഇതിനും താഴെയാകാം. അപ്പം മരണമാഫ് ഒരു അധികം ബഡ്ജറ്റിലൊന്നും ഇല്ലാത്ത ചിത്രമാണ്. കൂടി വന്ന ഒരു 15 കോടിക്ക് ഉള്ളിൽ നിർത്തിയ ഒരു ചിത്രമാണ്. അപ്പം OTT അവകാശങ്ങളും എല്ലാം വിറ്റ് പോകുമ്പം ഇതൊരു വൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കൃത്യമായിട്ടുള്ള കണക്കുകൾ വരട്ടെ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇപ്പോഴും ഇതിന് ടിക്കറ്റ് ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും വിറ്റ് പോകുന്നുണ്ട്. 1,490 ടിക്കറ്റാണ് മണിക്കൂറിൽ ഇത് വിറ്റ് പോകുന്നത്. അപ്പോൾ ഇന്നും മികച്ച ഒരു കളക്ഷൻ തന്നെ ഈ ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. ചിലപ്പോൾ 1 കോടി 1.25 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കാമെന്നു. ഇനിയും 1 കോടി താഴെ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഇന്ന് പൊതുവെ ചിത്രങ്ങൾക്കെല്ലാം തന്നെ കളക്ഷൻ കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി വരും മണിക്കൂറിൽ നമുക്കറിയാം. ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത്
ബഫൂക്കയെ പിടിക്കാം. ബഫൂക്കയെ സംബന്ധിച്ച് ആദ്യത്തെ ദിനം 3,23,00,000 രണ്ടാമത്തെ ദിനമായപ്പോൾ 2,19,00,000 മൂന്നാമത്തെ ദിനം 1,77,00,000 നാലാമത്തെ ദിനം 1,71,00,000 അഞ്ചാം ദിനം 1,57,00,000. അപ്പോൾ ഇതിന് മരണമാഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിനും ഒരു ആരോഹണ ക്രമമുണ്ട് അല്ലേ? ആരോഹണമാണോ പറയുന്നത്? ഇത് കൂടുതൽ നിന്ന് കുറവായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ആദ്യമേ 3 കോടി തുടങ്ങി ഇപ്പം 1.5 വന്ന് നിൽക്കുന്ന അവസ്ഥയാണിത്. പക്ഷെ മരണമാഫ് 1 തുടങ്ങി ഇപ്പം 1.5 വന്ന് നിൽക്കുന്ന അവസ്ഥ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് മരണമാഫ് ഒരു വിജയമാകും എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇത് തന്നെയാണ്. പടിപടിയായി ഉയർച്ച കാണിക്കുന്നു. ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം പടിപടിയായുള്ള താഴ്ച കാണിക്കുന്നു. അതാണ് വ്യത്യാസം. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഇത് പലരും ബഫൂക്ക കണ്ടിട്ട് നമ്മളോട് പറയുന്നത് ഇത് ന്യൂജൻ പടമാണ്, എല്ലാവർക്കും മനസ്സിലാവണമെന്നൊന്നുമില്ല, നിങ്ങൾ പൊട്ടനായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ വലിയ ഊളയൊന്നും വേണ്ട, കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ബഫൂക്കയുടെ കളക്ഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇന്നൊരു പക്ഷേ നമ്മൾ കണക്ക് കൂട്ടുന്നത് 1 കോടിക്ക് താഴെയുള്ളൊരു കളക്ഷൻ ആയിരിക്കാം ബഫൂക്ക നേടുന്നത് എന്ന് തോന്നുന്നു. കാരണം ചിത്രം ഇറങ്ങിയ 6ാമത്തെ ദിവസമാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ചിത്രം ഈ ഗതിയിലേക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ വളരെ വിഷമത്തോടുകൂടിയാണ് പറയുന്നത്. ഇത് എനിക്കുള്ള ചൊറിച്ചിലോ എനിക്കുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, ആ ചിത്രത്തിൻ്റെ ഭീതി അതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇതിൻ്റെ കേരള ഗ്രോസ് കിട്ടിയിരിക്കുന്നത് 10,47,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വന്നിരിക്കുന്നത് 1,24,00,000 രൂപയാണ്. ടോട്ടൽ അങ്ങനെ 11,71,00,000 രൂപയാണ്. വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക 21 കോടി റേഞ്ചിലാണ് ഈ ചിത്രം നേടി എന്ന് നമ്മൾ കരുതുന്നത്. ഇത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ചിലപ്പം കൂടാം, ചിലപ്പം കുറയാം. ഏതായാലും 20 കോടിക്ക് മുകളിലുള്ള തുക തന്നെ വേൾഡ് വൈഡായിട്ട് ചിത്രം നേടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അപ്പം വരും ദിവസങ്ങൾ ഇത് നിർണായകമാണ്. കാരണം ഏകദേശം 40 കോടി 50 കോടി ബഡ്ജറ്റിലുള്ള ചിത്രമാണെന്ന് പൊതുവെ പറയപ്പെടുന്ന ഒരു ചിത്രമാണ്. പക്ഷേ തിയേറ്ററിൽ പടം ഇറങ്ങി ഇത് വലിയ കളക്ഷൻ നേടാതെ വന്നപ്പം പലരും കുറച്ച് കൊണ്ടുവന്ന് അത് 30, 40, 10 ഒക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ കഴിയുമ്പം ഇതിന് ബഡ്ജറ്റേ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ മാറാം. ഏതായാലും എങ്ങനെ ലാഭത്തിലാക്കുക എന്നുള്ളതാണ്. ബഡ്ജറ്റ് ഇല്ലെങ്കിലും ഇത് ലാഭത്തിലാക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ആ കൂട്ടർ പ്രയോഗിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതെങ്ങനെയാണെന്ന് കണ്ടറിയാം. എനിക്ക് പക്ഷേ വരും മണിക്കൂറും ദിവസങ്ങളൊന്നും എടുക്കണ്ടെന്ന് തോന്നി. ഇന്നത്തെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ടിക്കറ്റ് ഒരു പ്രത്യേക ട്രെൻഡ് കാണിക്കുന്നുണ്ട്. കാരണം 24 മണിക്കൂർ കൊണ്ട് ഈ ചിത്രം വിറ്റുപോയത് വെറും 16,140 ടിക്കറ്റ് മാത്രമാണ് ബുക്ക് മൈ ഷോയിലൂടെ എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. ഏകദേശം 900 ചില്ലാൻ ഷോയിൽ നിന്നാണ് ഈ 24 മണിക്കൂർ വേണ്ടി വന്നു 16,140 ടിക്കറ്റ് വിൽക്കാം. മണിക്കൂറിന് 1000 ടിക്കറ്റ് പോലും വിൽക്കുന്നില്ല എന്നുള്ളതും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. അത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഇനിയും നമുക്ക് പറയാനുള്ള അടുത്ത ചിത്രം എന്ന് പറയുന്ന ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സൂപ്പർ ബമ്പർ ഹിറ്റ് ചിത്രം എന്നുള്ളതാണ്. നെസ്ലിൻ്റെ രണ്ടാമത്തെ 100 കോടിയിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇപ്പോഴും കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചിത്രം. ഡേ 1 2,62,00,000, ഡേ 2 2,73,00,000, ഡേ 3 3,15,00,000, 4-ാം ദിവസം 3,35,00,000, 5-ാം ദിവസം 3,41,00,000. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം കുറഞ്ഞു തുടങ്ങി 2,62,00,000 തുടങ്ങി 3,41,00,000 വന്നിരുന്നു. അത് കൃത്യമായ ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. കാരണം പടിപടിയായിട്ടുള്ള കയറ്റമാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ഇന്നും ഏകദേശം ഈ നിലവാരത്തിലുള്ള കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കളക്ഷനായിട്ട് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് വന്നേക്കുന്നത് 1,39,00,000 ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു 3 കോടിക്ക് മുകളിലുള്ള തുക പ്രതീക്ഷിക്കേണ്ട, എന്നാലും 2 കോടിക്ക് മുകളിലുള്ള തുക ഇന്നും ഇത് കൃത്യമായിട്ട് കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കും. ടോട്ടൽ ആയിട്ട് 15,26,00,000 രൂപയാണ് 5 ദിവസം കൊണ്ട് സമ്പാദിച്ചിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,82,00,000 രൂപയും ടോട്ടൽ 18,08,00,000 രൂപ. അപ്പോൾ ഇന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 20 കോടി കളക്ട് ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് ഈ ചിത്രം മാറും. 20 കോടിക്ക് മുകളിൽ ഇന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് മാറും. അപ്പം വേൾഡ് വൈഡ് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് തോന്നുന്നത് 28 കോടി റേഞ്ചിലേക്ക് ഈ ചിത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് ഏകദേശം 31-32 കോടിക്ക് മുകളിൽ ഉള്ള തുക തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം 34 കോടിക്ക് വരെയുള്ള തുക നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള കണക്ക് വരട്ടെ. ഏതായാലും ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് 20 കോടിക്ക് മുകളിൽ ഇന്നത്തെ കൂടെ കളക്ഷൻ കഴിയുമ്പോൾ കൃത്യമാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് മണിക്കൂർ വിറ്റ് പോകുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 4,300 ടിക്കറ്റ് ഒരു മണിക്കൂർ ഇത് വിറ്റുമാകുന്നത്. അപ്പോൾ 24 മണിക്കൂർ കൊണ്ടാണ് ബഫൂക്ക 16,140 ടിക്കറ്റ് വിൽക്കുമ്പോൾ ഇത് ഒരു മണിക്കൂർ കൊണ്ട് 4,300 ടിക്കറ്റ് വിറ്റ് പോകുന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ പറഞ്ഞത് ഇതൊരു ബമ്പർ കിറ്റാണ്. അതുകൊണ്ട് എന്നെ അസൂയപ്പെട്ടിട്ടോ എന്നോട് കുശുമ്പ് പിടിയാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ഒരു മാന്യദേഹം എൻ്റെ ചാനലിനെ പറ്റി പറയുന്നത് കേട്ടു, ഈ ചാനലിൻ്റെ പേര് മാറ്റി അസൂയയും കുശുമ്പും എന്ന് എഴുതണോ. ഈ സത്യം പറയുന്നവരെല്ലാം നിങ്ങൾക്ക് ഇത്ര വെറുപ്പാണോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പം ബഫൂക്കയുടെ ട്രാക്കിംഗ് കളക്ഷൻ, ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ പറഞ്ഞില്ല, ഏകദേശം കേവലം അധികമൊന്നുമില്ല, 29 ലക്ഷം മാത്രമേ ഉള്ളൂ. 25 ലക്ഷം മാത്രമേ ഉള്ളൂ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് വന്നേക്കുന്നത്. ആ സ്ഥാനത്ത് ആലപ്പുഴ ജിങ്കാന 1,39,00,000 നേടിയിട്ടുണ്ട് എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ അഡ്വാൻസ് ബുക്കിങ്ങും ഇന്നലത്തെ യഥാർത്ഥ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. കുരുപൊട്ടുന്നവരൊക്കെ കുരുപൊട്ടുന്നവർക്ക് അവരുടെ സമാധാനത്തിന് വേണ്ടി എന്നെ ചീത്ത വിളിക്കുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റില്ലേ? ഞാനാണല്ലോ ഈ സിനിമയൊക്കെ ഇറക്കുന്നതും തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതും ആളിനെ കയറ്റുന്നതും കളക്ഷൻ നിശ്ചയിക്കുന്നതും എല്ലാം. അപ്പോൾ എന്നെ ചീത്ത വിളിക്കുക, അല്ലാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ മാർഗം ഒന്നുമില്ല. കരച്ചിൽ വരുന്നവരെല്ലാം കരച്ചിൽ അടക്കുക, ചീത്ത വിളിക്കേണ്ടവരെല്ലാം ചീത്ത വിളിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.